നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഒരു പ്രസ്താവന കാണിച്ചു തരാം. 50 വർഷമായി ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനെ വിശ്വാസമുള്ള ഒരു MLA പോലും ഉണ്ടായിട്ടില്ലെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻജി. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വർഗീയതയാണെന്നാണ് മലപ്പുറത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്ന ഇടത് വലത് മുന്നണികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. വസ്തുതകൾ എങ്ങനെയാണ് വർഗീയമാകുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശമ്പളം വാങ്ങുന്ന ഭക്തപ്രിയ മാസികയിൽ ലേഖനമെഴുതുന്ന ലീലാകൃഷ്ണൻ എന്ന അന്തംകമ്മി പറഞ്ഞത്. രാമനും കൃഷ്ണനുമെല്ലാം പരാജയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള കാറൽ മാർക്സ് എഴുതിയ ദാസ് ക്യാപിറ്റലാണ് പരാജയം. കാരണം അത് 100 വർഷം പോലും തികയുന്നതിന് മുമ്പേ ആരും വായിക്കാതെ ആയിട്ടുണ്ട്. എന്നാൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം ഭാഗമായിട്ടുള്ള ഭഗവത്ഗീതയും അതുപോലെ രാമായണവും ഭാഗവതവുമെല്ലാം ഇന്നും 5000-ൽ പരം വർഷങ്ങൾക്ക് ശേഷവും പ്രചാരത്തിലുണ്ട്. എല്ലാ ഹിന്ദു വീടുകളിലും അതുണ്ട്. ശ്രീരാമനും ശ്രീകൃഷ്ണനും പരാജയമാണെന്ന് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന അന്തംകമ്മി ലീലാകൃഷ്ണന്റെ പേരിൽ പോലും കൃഷ്ണനുണ്ട്. കാരണം ഈ സനാതനധർമ്മത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 10,000-ൽ പരം വർഷങ്ങളുടെയെങ്കിലും കുറഞ്ഞത് പാരമ്പര്യമുണ്ട്. അതായത് ലീലാകൃഷ്ണന്റെ മുതുമുത്തച്ഛന്റെ മുതുമുത്തച്ഛനെ ലീലാകൃഷ്ണൻ കണ്ടിട്ടില്ല എങ്കിലും ലീലാകൃഷ്ണന്റെ മുഖത്ത് അവരുടെയൊക്കെ ഛായയുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ പേര് വന്നതും. കാരണം നമ്മൾ കാണണമെന്നില്ല നമ്മുടെ പാരമ്പര്യം. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമ ഭഗവാനെയുമൊക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാം പേരിലും സംസ്കാരത്തിലും പൈതൃകത്തിലും അവരുണ്ട്. ആരാണ് ഗുരുവായൂരപ്പൻ എന്ന് ആദ്യം ലീലാകൃഷ്ണൻ ഒന്ന് അറിയണം. 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാരതത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന, ഇവിടെ സംഭവിച്ചത് എന്നർത്ഥമുള്ള ഇതിഹാസങ്ങളിൽ പറയുന്ന വ്യക്തികളാണ് ഇവരെല്ലാം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നത്, ഈ ഭാരതത്തിൽ നടന്നതാണ്. 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള പുരി, ബദരി, കൈലാസം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ള ഇടമാണ് ഗുരുവായൂർ ക്ഷേത്രം. നാരദ പുരാണത്തിലടക്കം പ്രതിപാദിച്ചിട്ടുള്ള ക്ഷേത്രം. അതുമാത്രമല്ല, ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ആദികൽപ്പം, കൽപ്പം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ ഒരു കാലയളവിനെ പ്രതിപാദിക്കുന്ന ഒരു പേരാണ്. പത്മകൽപ്പം മുതൽ ഈ വിഗ്രഹത്തിന്റെ പാരമ്പര്യം പോകുന്നുണ്ട്. വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് സുതപസ്സും വൃഷ്ണിയും എന്ന ദമ്പതികൾക്ക് ഈ വിഗ്രഹം നൽകുകയും അവരുടെ ആഗ്രഹം 3 ജന്മത്തിലും ഭഗവാൻ അവർക്ക് പുത്രനായി പിറക്കണമെന്നായിരുന്നുവെന്നും വൃഷ്ണിഗർഭനായിട്ട് ആദ്യത്തെ ജന്മത്തിൽ പിറക്കുകയും രണ്ടാമത് അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട് വാമന രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയും 3ാമത്തെ ജന്മമായിട്ടുള്ള ദേവകി വസുദേവർ ദമ്പതികളുടെ പുത്രനായിട്ട് ഭഗവാൻ ദ്വാപരയുഗത്തിൽ പിറക്കുകയും പിന്നീട് ഈ വിഗ്രഹം ഭഗവാന്റെ 3ാം ജന്മത്തിലെ മാതാപിതാക്കൾ പൂജിച്ചിരുന്ന വിഗ്രഹം പിന്നീട് ഭഗവാൻ തന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോവുകയും ദ്വാരക കടലിൽ മുങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഉദ്ധവർക്ക് ഇത് സമ്മാനമായിട്ട് നൽകിയിട്ട് ഇത് ഉചിതമായിട്ടുള്ള ഒരിടത്ത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഇത്രയും പവിത്രമായിട്ടുള്ള വിഗ്രഹം ഇരിക്കുന്ന ഗുരുവായൂർ മണ്ണിൽ ഗുരുവായൂരപ്പനെ അറിയുന്നവര്, വിശ്വസിക്കുന്നവർ തന്നെയല്ലേ ഭരണം കൈയാളേണ്ടത്? അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശിച്ച് ഉദ്ധവരെ ഏൽപ്പിച്ച ഈ വിഗ്രഹം പിന്നീട് ബൃഹസ്പതിയും ശിഷ്യനായിട്ടുള്ള വായു ഭഗവാനും കൂടി ഭാരതം മുഴുവനും സഞ്ചരിച്ച് ഉചിതമായ സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ഇന്ന് കാണുന്ന മമ്മിയൂർ അമ്പലം ഇരിക്കുന്ന മഹിമയുള്ള ഊർ എന്നാണ് ആ പേരിന് ഐതിഹ്യം. അവിടെ ശ്രീ പാർവതി പരമേശ്വരന്മാര് ആനന്ദ താണ്ഡവമാടുന്നത് കണ്ട് ഇത് തന്നെയാണ് ഉചിതമായിട്ടുള്ള സ്ഥലം എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവിടെ ഇറങ്ങുകയും പിന്നീടാണ് അവരറിയുന്നത് ഭാഗവതത്തിൽ പറയുന്ന പ്രചേതസ്സുകൾ
തപസ് ചെയ്തിരുന്ന രുദ്രതീർത്ഥം അവിടെ തന്നെയാണെന്നും ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീടും കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ നടന്ന കാര്യങ്ങൾ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ഭഗവാൻ തന്നെ ഗർഭാവസ്ഥയിൽ വെച്ച് രക്ഷിച്ച പരീക്ഷിത്ത് മഹാരാജാവിനെ ശാപത്തിന്റെ ഫലമായിട്ട് തക്ഷകൻ കടിച്ചു കൊല്ലുകയും സ്വന്തം അച്ഛനെ തക്ഷകൻ സർപ്പം കടിച്ചു കൊന്നതിന്റെ ദേഷ്യം തീർക്കാനായിട്ട് ജനമേജയൻ സർപ്പസത്രം നടത്തുകയും ഒരുപാട് സർപ്പങ്ങളെ ആ ഒരു ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് കൊല്ലുകയും ചെയ്തപ്പോൾ അതിന്റെ ശാപമായിട്ട് അദ്ദേഹത്തിന് കുഷ്ഠരോഗം പോലെയുള്ള എന്തോ ഒരു രോഗം സംഭവിച്ചുവെന്നും പിന്നീട് അദ്ദേഹം ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം കുലഗുരുവായിട്ട് ഉള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്ന അവരുടെ പാരമ്പര്യത്തിലുള്ള 4 ജന്മങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള വിഗ്രഹം, ആ വിഗ്രഹം ഇരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വന്ന് ഭജനമിരുന്ന് രോഗം മാറിയത് എന്നാണ് ഐതിഹ്യം. അതിനുശേഷം പിന്നീട് നമുക്കറിയാവുന്നതാണ് പൂന്താനവും മേൽപ്പത്തൂരും അതുപോലെ വില്വമംഗലത്ത് സ്വാമിയാരും അങ്ങനെ എത്രയോ പേരുടെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഇങ്ങനെ രാമനും കൃഷ്ണനുമെല്ലാം പരാജയമായിരുന്നു എന്ന് പറയുന്ന അന്തംഗമ്മികളാണോ ഭരിക്കേണ്ടത്? ഇനിയെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദു ക്ഷേത്രദ്രോഹം ചെയ്ത് ഇതുപോലെയുള്ള പാരമ്പര്യമറിയാത്തവരെ അധികാരത്തിലെത്തിക്കരുത്. BJPയെ തന്നെ അധികാരത്തിലെത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.